തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടം. മ്യൂസിക് പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ആക്ച്വലി വേറെ ലെവൽ. നിങ്ങളൊന്നും അറിയാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എൻജോയ്മെന്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെയാണ്. നല്ല സ്റ്റോറി ബ്രോ, അടിപൊളി സ്റ്റോറി, നല്ല കാതലുള്ള സ്റ്റോറി. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ BGM ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല. അതൊക്കെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസിൽ പോയി. ക്ലൈമാക്സിൽ വേറെ ലെവൽ പടം കിടിലൻ പടം. വിജയ് സേതുപതി സ്ക്രീൻ പ്ലേ എടുത്ത് പറയണം. വിജയ് സേതുപതിയുടെ കിടിലൻ ക്യാരക്ടർ. അനുരാഗ് കശ്യപ് ഒരു രക്ഷയില്ല. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടം. മ്യൂസിക് ആയാലും BGM ആയാലും എല്ലാം പൊളി. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. എല്ലാം പൊളി. ഫസ്റ്റ് ഹാഫ് പൊളി, സെക്കൻഡ് ഹാഫ് പൊളി, എല്ലാം കൊള്ളാം. പടത്തിൻ്റെ ഹൈലൈറ്റ് പടത്തിലെ ക്ലൈമാക്സ് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ മുൻകാല സിനിമയായിട്ടുള്ള ഈ കുരങ്ങുമുങ്ങ ഇതുപോലെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പോയി അവസാനം ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. സീറ്റ് എഡ്ജ് അല്ല, ഒരു ഇമോഷണൽ ഇതാണ്. നമുക്ക് മലയാളത്തിൽ മുമ്പ് ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട് ഏകദേശം. ഞാൻ പറഞ്ഞില്ല, സ്പോയിലറാണ്. അങ്ങനത്തെ ഒരു ഷോക്കിംഗ് ഒരു സാധനമാണ് അവസാനം വരുന്നത്. നന്നായിട്ട് വന്നത്. അടിപൊളി, പെർഫെക്റ്റ് പടം. റൈറ്റിംഗ് ഒന്നും രക്ഷയില്ല. നമ്മളെങ്ങനെ ആലോചിപ്പിച്ച് ഒരു രക്ഷയില്ല, ചിന്തിപ്പിച്ച്. പിന്നെ അടിപൊളി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെയാണ്. ക്ലൈമാക്സ് ഒക്കെ നമ്മളൊക്കെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും കയ്യടിയായിരുന്നു. അത്ര അടിപൊളി. അദ്ദേഹത്തിൻ്റെ ആ പെർഫോമറെ കുറേ കൂടി തേച്ച് മിനുക്കിയിട്ടുണ്ട്. 50ാമത്തെ പടം എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കണമല്ലോ. ആ രീതിയിലൊരു കിടിലൻ സിനിമ അദ്ദേഹത്തിന് നിതിലൻ കൊടുത്തിട്ടുണ്ട്. അനുരാഗ് കശ്യപും കൊള്ളാം, സിനിമയിലുള്ള എല്ലാവരും കൊള്ളാം. ഒരു മോൾ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. കൂടുതലൊന്നും പറയില്ല, നിങ്ങളൊന്നും അറിയാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടില എൻജോയ്മെൻ്റ് ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ പടം ത്രില്ലിംഗ് ആണ്, ഒരേ സമയം ത്രില്ലിംഗ് ആണ്, ഇമോഷണലാണ്. എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്താ പറയുക, ഇതിലൊരു നോൺ ലീനിയാരിറ്റി ഉണ്ട്. ഈ സിനിമയിൽ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ നോൺ ലീനിയാരിറ്റി നിങ്ങളെ സർപ്രൈസ് ചെയ്യും. അതാണ് സിനിമയുടെ ഒരു കോർ പ്ലോട്ട്. നല്ല സ്ക്രിപ്റ്റ്. ക്ലൈമാക്സ് അടിപൊളിയാണ്. ഫസ്റ്റ് കണക്കല്ലേ, കുരങ്ങുമ്മയ്ക്ക് ശേഷമുള്ള പടം. അതിനേക്കാളും കൊള്ളാം പടം. നല്ല മേക്കിങ്ങും സ്ക്രിപ്റ്റും. എൻഗേജ് വിജയ് സേതുപതി പരിപാടി ചെയ്തിട്ടുണ്ട്. പടം നല്ല പടമാണ്, വർക്കാവും. ഒരു ഫാമിലി ഡ്രാമ മാത്രമല്ല. ഓക്കെ.